വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രാവിനെ ചുറ്റിച്ചിറക്കി ഒരു 10 മിനിറ്റ് ചുറ്റിച്ചിറക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ വിട്ടത്. പക്ഷേ പ്രാവ് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ പറന്നു. നമ്മൾ വെട്ട് കാണിച്ചിട്ട് എന്ത് ചെയ്തിട്ടും പ്രാവ് ഇറങ്ങി തന്നില്ല. പ്രാവ് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ പറന്നു. സോ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഒരു 2 മണിക്കൂർ പ്രാവിനെ പറപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ടൈം വന്നിട്ട് ഏകദേശം 4:30 കഴിഞ്ഞ്, ഈവനിങ് 4:30 ആയിട്ടുണ്ട്. 4:30 ആവാൻ പോണമല്ലോ. എനിക്ക് തോന്നുന്നൊരു 4 മണി കഴിഞ്ഞ് 4:15 അകത്തായിക്കണം. എന്തായാലും ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വിടാൻ പോണതാണ്. വന്നിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് വിടാൻ പോകുന്നത് പ്രാവിനെ. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പറത്തി. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് 4 ദിവസം നമ്മൾ 5 ദിവസം ഫസ്റ്റ് ഹവായ് കൂടിലിട്ട്, ഹവായ് കൂട് അറിയായിരിക്കും, നമ്മൾ ഓൾറെഡി ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂടിൽ ഹവായ് കൂടിൽ വന്നിട്ട് 5 ദിവസം പ്രാവിനെ ഇട്ട് ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കി, ഏരിയ ഫുള്ള് പ്രാവ് വേറെ മാറി ചവിട്ടില്ല എന്നുള്ള രീതിയിൽ സെറ്റാക്കി. പ്രാവ് ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം. പ്രാവ് കറക്റ്റ് വന്നിട്ട് ലാൻഡ് ചെയ്ത് ഹവായ് കൂടിൻ്റെ പുറത്താണ് ലാൻഡ് ചെയ്ത്. കറക്റ്റ് വന്നിട്ട് ഹവായ് കൂടിൻ്റെ പുറത്താണ് ഇരുന്നത്. സോ ആ രീതിയിൽ നമ്മൾ ഹവായ് കൂട് 4 ചുറ്റും കമ്പിയായിട്ടുള്ളത്. ഇത് ഹൈറ്റ് വന്നിട്ട് 2 അടി ഹൈറ്റും 2.5 അടി വീതിയാണ് പറഞ്ഞത്. ആ രീതിയിലൊരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുഞ്ഞന്മാർ നമ്മളിട്ട് ഇണക്കാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒരിക്കലും പറയാണ്. നമ്മൾ കുഞ്ഞന്മാരെ ഇണക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൂടാണ്. ഇപ്പോൾ ഈ കൂടിൽ നമ്മൾ 5 ദിവസം പ്രാവിനെ ഇട്ട് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ചുറ്റും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതേപോലെ ഫുഡൊക്കെ കൊടുക്കുന്നത് ഈ നമ്മൾ ഇതിന് താൽക്കാലിക ഒരു സെറ്റപ്പിൽ ചെയ്തതാണ്. നമ്മൾ തക്കാളി പെട്ടി വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ്. വന്നിട്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പ്രാവിനെ ഇറക്കിയിട്ട് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത്. അതേപോലെ നമ്മളല്ലെങ്കിലും ഈ ഹവായ് കൂടിലിട്ടിരുന്ന സമയത്തും നമ്മൾ പ്രാവിനെ വൈകിട്ടാകുമ്പോൾ ഈ കൂടിൻ്റെ അകത്ത് എടുത്തിടും. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഹവായ് കൂടിലിട്ടിരിക്കുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മൾ നേരെ പ്രാവിനെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്താണ് ഫുഡ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഈവനിങ് ആകുമ്പോൾ ഇത് കൂടിനകത്ത് കയറും. അതേപോലെ 5 ദിവസം ഹവായ് കൂട്ടിയിട്ടതിന് ശേഷം 6-ാമത്തെ 7-ാമത്തെയും ദിവസം വന്നിട്ട് നമ്മൾ പ്രാവിനെ ജസ്റ്റ് നമ്മളെ തട്ടിൽ തുറന്നു വിട്ടിട്ടുണ്ടാകും. തട്ടിൽ തുറന്നു വിട്ട് കുഞ്ഞന്മാരെ ഒന്ന് നമ്മളെ ഏരിയ ഒന്ന് അങ്ങോട്ടും കൊണ്ടുവന്ന് 2 ചാട്ടമൊക്കെ ചാടി വരുമ്പോഴും ചെറുതായിട്ടൊന്ന് കൈയടിച്ചൊന്ന് പറന്നൊക്കെ വരുമ്പോഴും ഏരിയ മാറാതെ കറക്റ്റ് നമ്മളെ തട്ടി തന്നെ ഇറങ്ങും. അപ്പോൾ ആ രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 9 ദിവസം വന്നിട്ട് നമ്മൾ 8-ാമത്തെ ദിവസം വന്നിട്ട് നമ്മൾ പറവ കൊടുത്തായിരുന്നു. എന്നുവെച്ചാൽ ജസ്റ്റ് ചുറ്റിക്കാൻ വിട്ടായിരുന്നു. നമ്മളൊരു ജസ്റ്റ് ഒരു സെക്കൻഡ്സ് ലൈക്ക് മിനിറ്റ്സ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പറത്തിയിട്ട് ഇറക്കാമെന്നുള്ളൊരു ഐഡിയയിലേക്കാണ് നമ്മൾ നിന്നത്. പക്ഷേ അവർ പറന്ന് വന്നിട്ട് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ഒറ്റ പറന്നു. പറന്നതിന് ശേഷം നമ്മൾ അവരെ ഇന്നലെ ഇറക്കിയായിരുന്നു. അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ 2 മണിക്കൂർ ആക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വന്നിട്ട് അവരെങ്ങനെയാണ് പറവ് എന്നുള്ളത് നോക്കട്ടെ. എന്തായാലും നമ്മൾ വൈകിട്ടൊരു ഇപ്പോൾ ടൈം വന്നിട്ട് ഏകദേശം ഒരു 4:30 അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4:30 അടുപ്പിച്ചല്ലോ, ജസ്റ്റ് ടൈം നോക്കട്ടെ. ഇപ്പോൾ വന്നിട്ട് ഏകദേശം 4:25 ആയിട്ടുണ്ട്. അപ്പം 4:25 ആയപ്പോൾ നമ്മൾ പ്രാവിനെ പറത്താന്നുള്ള ഒരു ഐഡിയ നിൽക്കുന്നത്. 4:30 ആകുമ്പോൾ പറത്താന്നുള്ള ഐഡിയാണ് നിൽക്കുന്നത്. അപ്പോൾ 4:30 ആകുമ്പോൾ എടുത്ത് വിട്ടിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറക്കണം. 4:30, 5:30, 6, അപ്പോൾ 1.5 മണിക്കൂറല്ലേ ആവണുള്ളൂ. അപ്പം 6 റേഞ്ചിൽ ഇറക്കാം. നമുക്ക് എന്താ പറയുക, ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇത് വരും. അപ്പോൾ അത്യാവശ്യം നമ്മളെ തട്ടിൽ അത്യാവശ്യം വെളിച്ചം കാണും. പിന്നെ ട്യൂബ് ലൈറ്റും അതേപോലെ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെളിച്ചം തട്ടിലും കാണും. സോ പ്രാവ് വേറെ അടുത്ത് മാറി ചവിട്ടാൻ സാധ്യതയില്ല. നമുക്ക് എങ്ങനെ നോക്കാം, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇറക്കണമെന്നുള്ളത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ വിട്ടില്ലേ പറത്താൻ വേണ്ടി വിട്ട കുഞ്ഞന്മാർ തന്നെ. ഇത് റക്ക വെള്ളയിൽ പറഞ്ഞ കുഞ്ഞാണ്. നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്ലാവർ റക്ക വെള്ള പറഞ്ഞ കുഞ്ഞ്. ഇന്നലെ വിട്ട അതേ കുഞ്ഞാണ് റക്ക വെള്ള. അതേപോലെ ഇത് വന്നിട്ട് സബ്ജ പുള്ളി, നമ്മളെ മറ്റേ ഓക്കെ. ഈ 2 കുഞ്ഞന്മാരാണ് നമ്മൾ വിടാൻ പോകുന്നത്. നമ്മുടെ ക്ലാവർ റക്ക വെള്ളയും അതേപോലെ വെള്ള സബ്ജ പുള്ളി. ഓക്കെ, രണ്ട് കുഞ്ഞന്മാരെ വിട്ടിട്ടുണ്ട്. 4:30 ആയപ്പോഴാണ് വിട്ടത്. നമ്മൾ അങ്ങോട്ട് പോയി അത് പറഞ്ഞു. ഇതോ പോണ് 2 കുഞ്ഞന്മാരും. എവിടെ പോയി? കുഞ്ഞന്മാരെ എടുത്ത് വിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് കുഞ്ഞന്മാർ നല്ല രീതിയിൽ ഹൈറ്റ് കയറിയിട്ടുണ്ട്. വന്നിട്ട് നല്ല രീതിയിൽ വെയിലുണ്ട്. നമുക്ക്
ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കുഞ്ഞന്മാരെ വിട്ടതേ ഉള്ളൂ. വിട്ടുകൊണ്ടേ നല്ല രീതിയിൽ ഹൈറ്റ് കയറി പൊട്ടടിച്ച് ഇരിക്കുകയാണ്. ടക്കനെ കയറി പെട്ടെന്ന് ഹൈറ്റ് കയറി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഹൈറ്റ് കയറി ഒന്ന് പറക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പ്രാവുകൾ രണ്ടെണ്ണം പറക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ മാക്സിമം സൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാക്സിമം സൂമിൽ വെച്ചിട്ടാണ് രണ്ടെണ്ണത്തിനും കാണാൻ പറ്റുന്നത്. ഈ രീതിയിൽ നല്ല രീതിയിൽ ഹൈറ്റിൽ പൊട്ടടിച്ച് തന്നെ നിൽക്കുന്നത് രണ്ടുപേരും കാണിച്ചു തരാം. സൂം മാക്സിമം സൂം വെച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കടുത്ത് കാണാം. ഓക്കെ, എന്നിട്ട് നല്ല ഹൈറ്റിൽ രണ്ടുപേരും പൊട്ടടിച്ചാണ് നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേരും നിന്ന് കറങ്ങണത്. നമ്മളെ ക്യാമറ അത്ര ഭയങ്കര കുടിയത് എന്നിട്ട് സാധാരണ ഒരു മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സൂം എടുത്തു കഴിഞ്ഞാൽ അവരത്ര ക്ലിയറിറ്റി ഒന്നും കിട്ടുന്നില്ല. അവർ നല്ല ഇതായിട്ട് പറക്കുന്നുണ്ട് രണ്ടുപേരും. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞ്, ഏകദേശം 50 മിനിറ്റ് ആയിട്ടില്ല, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിട്ട് 1.5 മണിക്കൂർ പറപ്പിച്ചു. ഇന്ന് 2 മണിക്കൂർ പറപ്പിക്കാനാണ് നമ്മളെ ഉദ്ദേശം. കുഞ്ഞന്മാർ പറക്കാൻ തുടങ്ങിയ ശേഷം 1.5 മണിക്കൂറായി. എന്നിട്ട് കുഞ്ഞന്മാർ താന്നു വന്നിട്ടുണ്ട് രണ്ടുപേരും. ഇന്നലെയും 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പ്രാക്കൾ. ഇന്ന് വന്നിട്ട് 1.5 മണിക്കൂറായി. നമുക്ക് കുറച്ച് നേരം കൂടെ പ്രാവിനെ പറപ്പിക്കണം, എന്നിട്ട് വെട്ടിട്ട് കാണിച്ചിറക്കാം. കാരണം എന്ന് വെച്ചാൽ ഇരുട്ട് വീണ് തുടങ്ങി. പക്ഷേ കുഴപ്പമില്ല, എന്നിട്ട് അത്യാവശ്യം പ്രാവ് കാണാനും പറ്റും, അത്യാവശ്യം വെളിച്ചമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ പറപ്പിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ 2 കുഞ്ഞന്മാരെ നമ്മൾ ഇന്നലെ ഓൾറെഡി പറപ്പിച്ച് സെറ്റ് ചെയ്ത് ഇറക്കിയ കുഞ്ഞന്മാരാണ്. അപ്പോൾ ഇവന്മാരെ കൂടെ ഈ ഒരു കുഞ്ഞിനെയും കൂടെ വിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ കുഞ്ഞന്മാരെ ഒരു പടിക്കൂടെ താഴ്ന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞിനെ കൂടെ ഒന്ന് വിട്ടുകൊടുക്കാം. ഈ കുഞ്ഞിനെ കൂടെ വിട്ടുകൊടുക്കുമ്പോൾ ഇതിന് അവരുടെ കൂടെ അങ്ങ് ചുറ്റി അങ്ങ് ഇറങ്ങും പതുക്കെ. എന്ന് വെച്ചാൽ അവർ ഇറങ്ങാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പതുക്കെ ഇവർ ഇറങ്ങിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ ചിലപ്പോൾ കൂടുതൽ ടൈം നിൽക്കേണ്ടി വരും. സോ നമുക്ക് അവർ ഇറങ്ങാനായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനെ കൂടെ ഒന്ന് വിട്ടു കൊടുക്കാം. ഒരു 2 റൗണ്ടൊക്കെ ചുറ്റിയിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് ഇറക്കി കൊണ്ടുവരട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അവർ ഇറങ്ങാൻ വരുന്ന സമയമാകുമ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ വീഡിയോ കൂടെ എടുക്കാം. ഓക്കെ, പിന്നെ മൊബൈൽ ചാർജ് തീരാറായി, നമ്മൾ മാക്സിമം എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കുഞ്ഞന്മാർ പറക്കാൻ തുടങ്ങിയ ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റുമായി കുഞ്ഞന്മാർ പറക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം ഇരുട്ടൊക്കെ വീണ് തുടങ്ങി. പക്ഷേ കുഴപ്പമില്ല, നമ്മളിവിടെ ഹാലജൻ ബൾബുള്ളത് കൊണ്ടും ഇവർ ഇന്നലെ ഓൾറെഡി കറക്റ്റായിട്ട് വന്ന് ഇറങ്ങിയത് കൊണ്ടും ഇതിനു മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇവർ റെഡിയാക്കിയത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇവർ കറക്റ്റായിട്ട് ഇറങ്ങുന്ന ഉറപ്പാണ്. പിന്നെ നമ്മൾ ട്യൂബ് ലൈറ്റ് ഓണാക്കണം. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ഹാലജൻ ബൾബ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹാലജൻ ബൾബ് കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് തട്ടിലൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും. ഓക്കെ, 2 കുഞ്ഞന്മാർ നമ്മൾ വിട്ടിട്ടുള്ളത്. മറ്റേ കുഞ്ഞിനെ ഇതുവരെയും വിട്ടില്ല. കാരണം അതൊന്ന് താന്ന് പറഞ്ഞ സമയത്ത് വിടാമെന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വന്നിട്ട് ചിലപ്പോൾ ഇതിനെ കൂടെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കയറി പൊങ്ങിക്കഴിഞ്ഞ് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഇതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല, വേറൊരു ലോഫ്റ്റ് അവിടെ ഉണ്ട്. അവർ ഒരുമിച്ച് കുറേ പ്രാക്കളെ പുറത്തിരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞന്മാരെ മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളെ പ്രാവ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പറക്കുകയാണ്. കുഞ്ഞുമനെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാം. ഓക്കെ,
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറത്താൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. അപ്പോൾ കുഞ്ഞന്മാർ താന്നിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ കൂടെ അവരോടെ കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2 മണിക്കൂറായി കുഞ്ഞന്മാർ പറക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇറക്കാനുള്ള സമയമായി. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഒരു പറവ് കൊടുത്തിട്ട് വിടാം. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞിനെ കൂടെ വിടാം. ഓക്കെ, ആ കുഞ്ഞും അതിൻ്റെ കൂടെ ചെന്ന് കയറി. അപ്പോൾ അവർ ഒരുമിച്ചൊരു 10 മിനിറ്റ് ഒന്ന് പറത്തി നമുക്ക് ഇറക്കണം. മൊബൈൽ ചാർജ് ഇല്ല. മൊബൈൽ വന്നിട്ട് ഇനിയൊരു 3% ചാർജും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇറക്കാൻ സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ എന്താ പറയുക ഇരുട്ടൊക്കെ വീണ് കഴിഞ്ഞു. അപ്പം ഇറക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കളെടുത്ത് പുറത്തിട്ടിട്ട് വെട്ട് കാണിച്ച് ഇറക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അവന്മാർ ഒരുമിച്ചൊരു 2-3 റൗണ്ട് അടിച്ചതിന് ശേഷം വെട്ട് കാണിച്ച് ഇറക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ 3 കുഞ്ഞന്മാരും താന്നാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇറക്കാൻ ഈസിയാണ്. നമ്മൾ വെട്ട് കാണിച്ച് ഇറക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യം മറ്റേ കുഞ്ഞും ഒരു 5 മിനിറ്റ് വരെ ചുറ്റിയിട്ടുണ്ടാവും. ഹൈറ്റൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈസിയായിട്ട് ഇറക്കാം. 5 മിനിറ്റ് ചുറ്റിയിട്ടുള്ളൂ. ഈസിയായിട്ട് നമ്മൾ തട്ടിൻ്റെ മുകളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 3 പേരും. ഹൈറ്റൊന്നും കയറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെട്ട് കാണിക്കാൻ എടുത്തിട്ടുള്ള നമ്മുടെ മറ്റേ ഓസ്ട്രേലിയൻ ക്രോസ് ആയിട്ടുള്ള ഒരു ബേഡുണ്ടല്ലോ, ഇതിനെ വെച്ചിട്ട് വെട്ട് കാണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് വെട്ട് കാണിക്കുമ്പോൾ അവർ ഇറങ്ങിക്കോളും. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ നമ്മളവിടെ കൂട്ടിനകത്തിന് വെച്ചിട്ടുണ്ട്. കൂട്ടിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രാവിനെ ഇറക്കിയത്. വെട്ട് കാണിച്ച് ഇറക്കുക. സിമ്പിളായിട്ട് ഇറക്കാൻ പറ്റുന്നേ ഉള്ളൂ പ്രാവിനെ. ഓക്കെ, 3 കുഞ്ഞന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ്റ് അപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.